ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പ്ലേലിസ്റ്റ് ആണ്. പലരും ഈ പ്ലേലിസ്റ്റ് കറക്റ്റായ രീതിയിൽ ഇത് യൂസ് ചെയ്യാത്തത് കാരണം അവരുടെ ചാനലിലേക്ക് വരേണ്ട 25% വ്യൂസ് എല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് പ്ലേലിസ്റ്റ് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് അത് കറക്റ്റായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 25% കൂടുതൽ വ്യൂസ് എല്ലാം വരും. അതിനാൽ തന്നെ എങ്ങനെയാണ് ഈ പ്ലേലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ റീസെൻ്റായി യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ഇതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യം തന്നെ നമ്മൾ പ്ലേലിസ്റ്റിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റായ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനലിൽ പോയാൽ കാണാൻ സാധിക്കും, യൂട്യൂബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ്, യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയലിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ്, വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ്, ഇപ്രകാരം കുറച്ച് കാറ്റഗറൈസ് ചെയ്തെല്ലാമാണ് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോ ആണോ ചെയ്യുന്നത് അത് കറക്റ്റായി ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യൂവർ നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വീഡിയോ എല്ലാമാണ് കാണുന്നത് എന്ന് കരുതുക. ഇപ്രകാരം ആ ഒരു വീഡിയോ ആ കാണുന്ന ആൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പിന്നീട് അവർ ഇതുപോലെ നിങ്ങളുടെ ചാനലിലേക്കെല്ലാം വന്ന് നിങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാം സെർച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഹോം പേജ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ തംബ്നെയിൽ ക്രിയേഷനെ കുറിച്ചെല്ലാം പഠിക്കണമെങ്കിൽ അവർ ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത്, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടാകും, അതിനാൽ തന്നെ ഈ പ്ലേലിസ്റ്റ് എന്നതിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഈസിയായി ഇത്തരത്തിൽ അവർക്ക് വേണ്ട വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനെല്ലാം സാധിക്കും. അതായത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നല്ല നമ്മൾ ഇതുപോലെ അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പല തരത്തിലുള്ള വീഡിയോസ്, അതായത് പല ആപ്ലിക്കേഷൻ യൂസ് ചെയ്തെല്ലാം തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം അവർക്ക് വീഡിയോ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ ഒരു വീഡിയോ എല്ലാം കാണാൻ വേണ്ടി വന്നവർ അവർ പല വീഡിയോസ് എല്ലാം കാണാനുള്ള സാഹചര്യവും ഇവിടെ ലഭിക്കും. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ കറക്റ്റായി നിങ്ങൾ പ്ലേലിസ്റ്റ് എല്ലാം ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനൽ എന്താണോ അതിന് നല്ല രീതിയിലുള്ള പ്ലേലിസ്റ്റ്, ഇതിന് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ആദ്യമായി റഫായി ഒരു ഭാഗത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് നിങ്ങളുടെ ചാനൽ കാറ്റഗറി ഏത് ടൈപ്പിലുള്ളതാണ്, അതിനുള്ള ഒരു പ്ലേലിസ്റ്റ്, ഇതിൽ എത്ര പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇപ്പോൾ നിങ്ങൾക്ക് 6 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണോ, 7 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണോ, ഇപ്രകാരം നിങ്ങൾ ഇത് ഡിസൈഡ് ചെയ്ത് ഈ പ്ലേലിസ്റ്റിന് എന്ത് നെയിമാണ് കൊടുക്കേണ്ടത്, ഇത് സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ്സ് എല്ലാം വരുന്ന തരത്തിലുള്ളതാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്നതാണോ, അതെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായി അവിടെ ഈ പ്ലേലിസ്റ്റിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായി ഒരു നെയിം എല്ലാം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് ഇത് ഇന്ന പ്ലേലിസ്റ്റ് ആണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ എല്ലാം സാധിക്കും. അതിനാൽ തന്നെ എന്തെങ്കിലും പേരെല്ലാം കൊടുക്കുന്നതിന് പകരം വളരെ വ്യക്തമായ രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് നെയിം എല്ലാം കൊടുത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ യൂട്യൂബിൻ്റെ റീസെൻ്റായ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻകറക്റ്റായ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ചാനലിന് ദോഷം ചെയ്യുമെന്നാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു തംബ്നെയിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും പ്ലേലിസ്റ്റ് ഇതുമായി മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ വ്യൂവേഴ്സിനെ മിസ്ലീഡ് ചെയ്യുകയാണ് എന്നാണ് യൂട്യൂബ് അറിയിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റിലേക്ക് നമ്മുടെ വീഡിയോസ് ഇത് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നല്ല നെയിം എല്ലാം കൊടുത്ത് കറക്റ്റായ രീതിയിൽ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം ആളുകളിൽ നിന്നും ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾ കുറേ വീഡിയോസ് എല്ലാം ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ കാണാം ഇത്തരത്തിൽ പ്ലേലിസ്റ്റ് വഴി നമുക്ക് വന്നിരിക്കുന്ന വ്യൂസ് എല്ലാം ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയി ട്രാക്ക് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ വളരെ നല്ല ഒരു ഫീച്ചറാണിത്. അതിനാൽ നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണ് എന്ന് നോക്കാം. ഇതിനായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്നും ഈ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ യുവർ ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ചാനലിൻ്റെ ഹോം പേജ് എല്ലാം ഇവിടെ ലഭിക്കും. ഇത്തരത്തിൽ ലഭിച്ചതിനു ശേഷം കസ്റ്റമൈസ് ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഇത് ക്രോം ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്രകാരം നിങ്ങൾ ഇത് ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് ഒരു അഡീഷണൽ ഫീച്ചർ കൂടി ആഡ് ചെയ്യാനുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന പേജിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ചാനൽ കസ്റ്റമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം എന്താണ് നമ്മുടെ ചാനലിൽ കാണാൻ സാധിക്കുക എന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഫോർ യു എന്ന ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഫോർ യു ടാബിനെ കുറിച്ച് ഇത് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഓൺ ചെയ്യേണ്ടത് എന്നും ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഫോർ യു എന്നതാണ് എൻ്റെ ചാനലിൽ ആദ്യമായി വ്യൂവേഴ്സിന് കാണാൻ സാധിക്കുക. അതിന് താഴത്തായി പോപ്പുലർ വീഡിയോസ്, അതുപോലെ നമ്മൾ റീസെൻ്റായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ്, ഷോർട്സ് വീഡിയോസ്, ഇത്തരത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഹോം പേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യാസമെല്ലാം വരുത്താൻ സാധിക്കും. അതായത് ഇത് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് മുകളിലേക്ക് വരുത്തണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഷോർട്സിൻ്റെ ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഡ്രാഗ് ചെയ്ത് മുകളിലേക്കെല്ലാം കൊണ്ടുപോകാം. അപ്പോൾ ഇത് നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനെല്ലാം സാധിക്കും. എന്നാൽ ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നമുക്ക് അഡീഷണലായി ഒരു ടാബ് കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ആഡ് സെഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്സ് എന്നതിന് താഴെയായി ടോപ്പ് കമ്മ്യൂണിറ്റി ക്ലിപ്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പായി വന്നിരിക്കുന്ന, അതായത് ഒരുപാട് പേർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ, അതുപോലെ നമ്മുടെ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസ്, ഇത്തരത്തിൽ നമുക്ക് വരുന്നത് ഇത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ഹോം പേജിൽ കാണാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനാൽ തന്നെ ഇവിടെ നമ്മൾ ഈ കസ്റ്റമൈസേഷനിൽ ഈ ടോപ്പ് കമ്മ്യൂണിറ്റി ക്ലിപ്സ് എന്നതിൽ ടാപ്പ് ചെയ്ത് ഇത് ഇവിടെ ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടോപ്പ് കമ്മ്യൂണിറ്റി ക്ലിപ്സ് എന്ന് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ലാസ്റ്റിലായി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലായി പബ്ലിഷ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ടാബ് കൂടി നമ്മുടെ ഹോം പേജിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളും ഇതുവരെ ഈ ഒരു ടോപ്പ് കമ്മ്യൂണിറ്റി ക്ലിപ്സ് ഇത് നിങ്ങളുടെ ഹോം പേജിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ പോയതിനു ശേഷം ആഡ് സെഷനിൽ പോയി ഇത് ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസ് എല്ലാം വരുന്നതിന് ഇത്തരത്തിൽ നമ്മുടെ ചാനൽ ഓർഗനൈസ് ഇതെല്ലാം വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഈ പ്ലേലിസ്റ്റിൻ്റെ കാര്യം, അതുപോലെ ഈ ചാനൽ ഓർഗനൈസ് ചെയ്യുന്ന കാര്യം, ഇത്തരത്തിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിൽ സെറ്റിങ്സ് എല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ചാനലിനെ മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വരുന്ന വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്